യുറേക്ക ഫോബ്സിന്റെ റോബോ വാക്യൂം ക്ലീനർ ഉപയോഗശേഷം എങ്ങനെ ക്ലീൻ ആക്കാം? ഓരോ ക്ലീനിങ്ങിന് ശേഷവും റോബോ വാക്യൂം ക്ലീനർ ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം നിങ്ങൾ 3 പ്രാവശ്യം ഉപയോഗിക്കുമെങ്കിൽ ആ 3ാമത്തെ പ്രാവശ്യം ഡസ്റ്റ് കണ്ടെയ്നർ എടുത്ത് ക്ലീൻ ആക്കിയാൽ മതി. ഇനി ഒത്തിരി ഡസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ലീൻ ആക്കാം. ഫോബ്സിന്റെ എൽവാക് റോബോ വാക്യൂം ക്ലീനർ ആണ് ഞാൻ ക്ലീൻ ആക്കാനായിട്ട് എടുത്തേക്കണത്. നമ്മളിതിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ബാക്കിൽ ഈ രീതിയിൽ പ്രസ് ചെയ്തതിന് ശേഷം ബാക്കോട്ട് വലിക്കുക. 4 സാധനങ്ങൾ നമുക്കിതിൽ ക്ലീൻ ആക്കാൻ ായിട്ടുണ്ട്. ഒന്ന് തുടയ്ക്കണ മോപ്പ്, വെള്ളത്തിന്റെ ടാങ്ക്, ഡസ്റ്റ് കണ്ടെയ്നർ, ഹെപ്പ ഫിൽട്ടർ. ആദ്യം മോപ്പ് ഹോൾഡർ ഊരിയെടുക്കുക, അതിനുശേഷം മോപ്പ് ഊരിയെടുക്കുക, ക്ലീൻ ആക്കുക. പിന്നൊരു കാര്യം, നിങ്ങൾ ഫ്ലോർ തുടയ്ക്കണമെങ്കിൽ മാത്രം ഈ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്താൽ മതി, ഈ മോപ്പും സെറ്റ് ചെയ്താൽ മതി. ഫ്ലോറിലെ പൊടി വലിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് മോപ്പ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, വെള്ളം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഡസ്റ്റ് കണ്ടെയ്നർ ക്ലീൻ ആക്കാനായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് മുകളിലോട്ട് വലിക്കുക. അപ്പം ഇത് ഊരിപ്പോരും, ഈ ഡസ്റ്റ് കണ്ടെയ്നർ നമുക്ക് ഊരിപ്പോരും. അതിനുശേഷം ഈ സെൻറ്ററിലായിട്ട് ഇതിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ രീതിയിൽ ഓപ്പൺ ആക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ഡസ്റ്റ് കളയുക. ഇനി ഹെപ്പ ഫിൽട്ടർ ക്ലീൻ ആക്കുക. അതിനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിവിടെ ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ രീതിയിൽ നമുക്ക് മുകളിലോട്ട് പൊക്കാം. അപ്പോൾ ഇവിടെ ഹെപ്പ ഫിൽട്ടർ കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ അത് വലിച്ചെടുക്കുക. ഇതിൽ ജസ്റ്റ് 2 തട്ട് തട്ടുകയാണെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ പൊയ്ക്കോളും. അതിനുശേഷം നമുക്ക് ഇതിൽ ക്ലീനിങ് ടൂൾ വരുന്നുണ്ട്, അത് വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക. സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ രീതിയിൽ തന്നെ ഈ ടാഗ് മുകളിൽ വന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹെപ്പ ഫിൽട്ടർ നിർബന്ധമായിട്ട് നിങ്ങൾ ക്ലീൻ ആക്കുകയും ചെയ്യണം, അതിൽ സെറ്റ് ചെയ്യുകയും ചെയ്യണം, മറന്നു പോകരുത്. വെള്ളത്തിൻ്റെ ടാങ്ക് വരുന്നതാണ്, നമുക്കിത് ഇവിടെ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇതിൽ വേസ്റ്റ് വെള്ളമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കുടഞ്ഞ് ക്ലീൻ ആക്കി കൊടുക്കുക. അടുത്തത് സൈഡ് ബ്രഷ് വരുന്നതാണ്. ഇതിൽ മുടിയും മാറാമ്പലും പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും. ഇത് നമുക്ക് ഇതിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് ക്ലീൻ ആക്കാം. ഇനി ഇത് ഊരിയെടുത്ത് ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ബ്രഷിൽ നമ്മൾ ഈ രീതിയിൽ ബലത്തിൽ പിടിക്കുക. എന്നിട്ട് ഒരുമിച്ച് ഒരേ ബലത്തിൽ മുകളിലോട്ട് പൊക്കുകയാണെങ്കിൽ നമുക്കത് ഊരിപ്പോകും. അതിനുശേഷം അത് ക്ലീൻ ആക്കാം. ഇനി വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് അതിൻ്റെ മേളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് മെയിൻ ബ്രഷ്. ഈ മെയിൻ ബ്രഷിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പൊടിയും മുടിയും അതുപോലെ നൂലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ പിടിച്ചിരിപ്പുണ്ടാകും. അപ്പോൾ ഇതെടുത്ത് ക്ലീൻ ആക്കണം. അത് ക്ലീൻ ആക്കാനായിട്ട് ഈ 2 സൈഡിൽ ഇത്തരത്തിൽ പ്രസ് ചെയ്ത് മുകളിലേക്ക് എടുക്കുക. ഈ ഒരു കവറിങ് മാറ്റി വെച്ചതിന് ശേഷം ഈ മെയിൻ ബ്രഷ് ഇതിൽ നിന്നും ഊരിയെടുക്കുക. നിങ്ങൾ ക്ലീൻ ആക്കി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ തുടച്ച് ക്ലീൻ ആക്കുക. അതിനുശേഷം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ രീതിയിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സെറ്റായി. അതിനുശേഷം ഈ ഒരു കവറിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. അടുത്തത് ഈ ഒരു വീലിൻ്റെ ഉള്ളിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുടിയും മാറാമ്പലും പൊടിയൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഊരിയെടുത്തിട്ട് വേണം നമുക്കത് ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഊരിയെടുക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡിലായിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് മേളിലേക്ക് ഒന്ന് വലിക്കുക. അപ്പോൾ അത് ഊരിപ്പോരും. അതിനുശേഷം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ഈ ഒരു ബ്രഷിൻ്റെ സൈഡിലൊക്കെ പൊടിയിരിപ്പുണ്ടാവും, മാറാമ്പലിരിപ്പുണ്ടാവും, മുടിയിരിപ്പുണ്ടാവും, അതും ക്ലീൻ ആക്കുക. ഇനി തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കുക. ഭംഗിയായി.